ജനപ്രതിനിധികളെ ആദരിച്ച് ലീഡേഴ്സ് സമ്മിറ്റ് 2026. വളാഞ്ചേരി ജേർണലിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച ലീഡേഴ്സ് സമ്മിറ്റ് 2026 വളാഞ്ചേരിയിൽ നടന്നു. വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന പ്രൗഢമായ ചടങ്ങ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കാസർഗോഡുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് ഇതേ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളൊക്കെ റെസ്പെക്ട് ആയേനെ അല്ലെ, നമ്മുടെയൊക്കെ ജോലി പോയേനെ. സോ ആ രീതിയിൽ ഒരു ദൃശ്യത തീർച്ചയായിട്ടും വലിയ പ്രാദേശികമായ വ്യത്യാസം ദൃശ്യതയിൽ ഉണ്ടാകുന്നുണ്ട്. കാസർഗോഡ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു, ഒരു മാധ്യമത്തിലും അല്ലെ പ്രാദേശിക മാധ്യമങ്ങളിൽ പോലും വരാത്ത പല സംഭവങ്ങളും തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ വലിയ സംഭവമായിട്ട് മാറാറുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അതിന്റേതായ ഗുണം കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് പൈപ്പ് പൊട്ടിയാല് അല്ലെ മറ്റൊരാഴ്ച ദിവസം താമസിച്ചാൽ വലിയ വാർത്തയാകാണ്. കൊച്ചിയിൽ ഹൈക്കോടതിയുടെ പരിസരത്തെങ്കിലും അല്ലെ പൊതുശല്യം കൂടിയാൽ പോലും വലിയ വാർത്തയാണ്. കോർപ്പറേഷൻ അത് ഇമ്മീഡിയറ്റ് അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരികയാണ്. പക്ഷെ അതേസമയം കാസർഗോഡ് പൊതുശല്യമല്ല, പകർച്ചവ്യാധികൾ ഉണ്ടായാൽ പോലും ഏതെങ്കിലും ഒക്കെ പത്രത്തിന്റെ ഏതെങ്കിലും മൂലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു സമയത്തിന് ശമ്പളം കിട്ടാത്ത മാധ്യമത്തിലും കൗമുദിയിലൊക്കെ മാസങ്ങളായി ശമ്പളം കിട്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ രീതിയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മാധ്യമപ്രവർത്തകരാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ളത്. സോ അത്തരം പ്രശ്നങ്ങൾ വരും അല്ലെ ഏതൊരു നമ്മൾ മാധ്യമ വിമർശനമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന പല സംഗതികൾക്കും പിന്നീട് ഈ രീതിയിൽ മാധ്യമപ്രവർത്തകർ നേരിടുന്ന വലിയ ക്രൈസിസുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പല രീതിയിലുള്ള വേട്ടയാടലുകൾ ഇത് നമുക്കറിയാം, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ. മാധ്യമപ്രവർത്തകൻ നിഷാദ് റാവുത്തർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തിത്വങ്ങളും സംസാരിച്ചു. ഹസീന വട്ടോളി ചെയർപേഴ്സൺ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി, കെ.വി. ഉണ്ണികൃഷ്ണൻ വൈസ് ചെയർമാൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി, എ.വി. അജയകുമാർ പ്രസിഡന്റ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, സി.പി. ഉമ്മു കുൽസു വൈസ് പ്രസിഡന്റ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, കെ.പി. ഇന്ദിര പ്രസിഡന്റ് എടയൂർ പഞ്ചായത്ത്, എ.കെ. മുസ്തഫ വൈസ് പ്രസിഡന്റ് എടയൂർ പഞ്ചായത്ത്, കൂടാതെ ഡോക്ടർ എൻ. മുഹമ്മദലി, ഡോക്ടർ എൻ. അബ്ദുറഹ്മാൻ, ഡോക്ടർ കെ.ടി. റിയാസ്, കെ.വി. കുഞ്ഞി മുഹമ്മദ്, പുല്ലാട്ടിൽ ഹംസ, മുഹമ്മദലി നീറ്റുകാട്ടിൽ, നാസർ ഇരിമ്പിളിയം എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് സ്വാഗതവും ട്രഷറർ നൌഷാദ് അത്തിപ്പറ്റ നന്ദിയും പറഞ്ഞു. ഷഹീർ ഇരിമ്പിളിയം, കബീർ പാണ്ടികശാല, കെ.കെ. ലിയാഖത്തലി, നിസാർ പാലക്കൽ, ഹസ്ന യഹിയ, ഖാലിദ് തൊട്ടിയാൻ, മുഹസിൻ വടക്കുമുറി എന്നിവർ സമ്മിറ്റിന് നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമം മുൻനിർത്തി വിപുലമായ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ശരിയും തെറ്റുമായ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളിലേക്ക് കൃത്യമായി സത്യസന്ധമായി പക്ഷഭേദമില്ലാതെ എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത്. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ ഒരു രാഷ്ട്രീയം തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രതിഫലിപ്പിക്കാതെ ഒരു മാധ്യമ പ്രവർത്തകനും തന്റെ നേർക്കാഴ്ചയിലൂടെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത്. നമുക്കറിയാം NDTV ഞാനൊക്കെ ഈ TV കാണാൻ തുടങ്ങിയ കാലത്താണ് NDTV. ഞങ്ങള് അന്ന് വാർത്തകൾ ഇലക്ഷൻ വിശകലനവും അതുപോലുള്ള ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനമായിരുന്നു. എന്താ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ NDTV-യുടെ രണ്ടുപേരുടേതായിട്ട് അവരുടെ ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം കൂടി അതിനെ കുറിച്ചുള്ള വാർത്തകളുണ്ടായിരുന്നു. ചിലർ പറയുന്നത് അത് തീവ്രവാദത്തിനെതിരെയുള്ള വൻശക്തികൾ നടത്തുന്ന ഒരു യുദ്ധമാണ്, ആന്റി ടെറർ ഫൈറ്റിംഗ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം നേരിട്ട് കണ്ടുപിടിക്കുന്ന ഒരു വംശഹത്യ. അതാണ് അന്തർദേശീയ രംഗത്ത് വിലക്കെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തനത്തിന്റെ അവസ്ഥ. ദേശീയ രംഗത്താണെങ്കിൽ നമുക്കറിയാം, ഇവിടുത്തെ ഒട്ടുമിക്ക ദേശീയ മാധ്യമങ്ങളെയും കോർപ്പറേറ്റ് ഭീമന്മാർ വിലക്കെടുത്ത് കഴിഞ്ഞു. അതിന് മനം കൊണ്ട് ഒരുപാട് സത്യസന്ധതയുള്ള മാധ്യമപ്രവർത്തകർ രാജിവെച്ച് സ്വന്തമായി യൂട്യൂബ് ചാനലും ഓൺലൈൻ മീഡിയ പോർട്ടൽസും നമ്മൾ ഉണ്ടാക്കിയ കാര്യം നമുക്കറിയാം. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയക്കാരെ അടക്കം ഓഡിറ്റ് ചെയ്യുക,
വിമർശനാത്മകമായി സമീപിക്കുക എന്നതാണ് അടിസ്ഥാനപരമായിട്ട് അവരുടെ ഉത്തരവാദിത്വം, ജേർണലിസ്റ്റിന്റെ ഉത്തരവാദിത്വം. രാഷ്ട്രീയക്കാർ ചെയ്യുന്ന വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള വികസനോന്മുഖമായ പരിപാടികളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് എന്നിരിക്കെ തന്നെയും അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമാണ് രാഷ്ട്രീയക്കാർ നമ്മോട് ചെയ്തിട്ടുള്ള പ്രതിജ്ഞ അവർ നിറവേറ്റുന്നുണ്ടോ എന്ന് നിരന്തരം വീക്ഷിക്കുകയും ഇല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുകയും ആഞ്ഞ് വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജേർണലിസ്റ്റിന്റെ വലിയ പണി. മറ്റേത് സമയമുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയില്ല. കൊള്ളാം, നിങ്ങൾ റോഡുണ്ടാക്കി നോക്കി കൊള്ളാം, നല്ല കാര്യം. നിങ്ങൾ റോഡുണ്ടാക്കുന്നില്ലെങ്കിൽ അതാണ് കുറച്ച് ഉച്ചയ്ക്ക് പറയേണ്ട കാര്യം. അപ്പൊ ജേർണലിസ്റ്റുകളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആ നിലയ്ക്കുള്ള പ്രശ്നാധിഷ്ഠിത ബന്ധമായിരിക്കണം എന്ന് ഞാൻ പറയും. നല്ല ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധത്തിലാണെന്ന് ഒരു ജേർണലിസ്റ്റ് വായിക്കുന്നതിന് കുഴപ്പങ്ങളുണ്ടെന്നാണ് ഞാനൊക്കെ പഠിച്ചത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൽ ചില റിസ്ക് എലമെന്റ് ഉണ്ട് എന്നാണ് ജേർണലിസത്തിന്റെ അടിസ്ഥാന പാഠം. അത്ര നല്ല രാഷ്ട്രീയത്തിൽ കുറച്ചു പേർക്ക് ഒരു കുഴപ്പം തോന്നും. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ആൾക്കാർ സമരം ചെയ്തും തല്ലുകൊണ്ടും ജയിലിൽ കിടന്നും ജീവൻ നഷ്ടപ്പെടുത്തിയുമാണ് ഈ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ഉണ്ടാക്കിയത്, ഈ രാഷ്ട്രം വാങ്ങിച്ചെടുത്തത്. എന്നിട്ട് ഈ രാജ്യത്തിന് എന്ത് ചെയ്തത്? ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ഉണ്ടാക്കിയത്, ഈ രാജ്യത്ത് വ്യവസായ വിപ്ലവം കൊണ്ടുവന്നത്, ഹരിത വിപ്ലവം ഉണ്ടാക്കിയത്, പട്ടാളത്തെ ഉണ്ടാക്കിയത്, വികസനം കൊണ്ടുവന്നത്, റോഡ് കൊണ്ടുവന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങളിലൊന്നായി നമ്മുടെ രാഷ്ട്രത്തെ സൃഷ്ടിച്ചെടുത്ത ആൾക്കാരാണ് രാഷ്ട്രീയക്കാരാണ്. ഞാനിപ്പോ പോയിട്ട് വെറുതെ സ്വാതന്ത്ര്യ സമരം നടത്തി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളേണ്ടതില്ല എന്ന് സ്വാർത്ഥ വികാരം എല്ലാവരും കൊണ്ട് നടന്നിരുന്നെങ്കിൽ നമ്മൾ ഒരു സ്വന്തം പരമാധികാര രാജ്യമാകുമായിരുന്നില്ല. രാഷ്ട്രീയക്കാരായിട്ട് തലപ്പത്ത് വന്ന മുഴുവൻ മനുഷ്യന്മാരും അവരുടെ സ്വാർത്ഥമായ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും മാത്രം വെച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ നന്നായി മാറുമായിരുന്നില്ല. അപ്പം നമുക്ക് മെച്ചപ്പെട്ട ജീവിത അന്തരീക്ഷം ഉണ്ടാക്കിയത്, മെച്ചപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കിയത്, നമ്മളെ ഒരു പുരോഗതി ഇവിടെ ഇരുന്ന് ഒരുപോലെ എന്ത് ചെയ്യാൻ, ഒരുപോലെ പരിപാടിയിൽ പങ്കെടുക്കാൻ, തുല്യതയോടെ ഇടപെടാൻ കഴിയുന്ന പ്രധാനമൊരുക്കിയതിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വലിയ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുടെ കോൺട്രിബ്യൂഷനെ എന്ത് ചെയ്യണം? അംഗീകരിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് പോവേണ്ടത്. ആ കോൺട്രിബ്യൂഷൻ അവർക്ക് തുടരാൻ കഴിയുന്നുണ്ടോ, മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഓഡിറ്റാണ് ജേർണലിസത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ജേർണലിസത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് അല്ലെങ്കിൽ ഈ സ്റ്റോറി രാജ്യസുരക്ഷയ്ക്കെതിരാണെന്നുകൊണ്ട് ഇവളെ പിടിച്ച് ജയിലിലിറങ്ങുമെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് വരും. കാരണം ഗവൺമെന്റിന് ഒരു കാരണം പറയാതെ ഏതൊന്നിനെയും വിലക്കാൻ കഴിയുന്ന അപകടകരമായ ഒരു പ്രീസിഡൻസ് രൂപപ്പെട്ടതിന്. അത് ഞാൻ പറയാൻ പോകുന്ന ശ്രമിക്കുന്ന കാര്യം, ജേർണലിസം നേരിടുന്ന ത്രെട്ട് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ത്രെട്ടാണ്. അല്ലാതെ ജേർണലിസം നേരിടുന്ന ത്രെട്ട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ സമൂഹത്തിന് വിവരിച്ചു കൊടുക്കുന്ന അത്തരം പത്രപ്രവർത്തനമാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം. അത് വളരെ നല്ല നിലയിൽ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പ്രാദേശികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ. നേരത്തെ സബ് കളക്ടർ പറഞ്ഞ പോലെ കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെയുള്ള പത്രപ്രവർത്തകരെ പോലെ അല്ല നമ്മുടെ സാധാരണ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പത്രപ്രവർത്തകർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നാലും അതിനുള്ള ഒരു വലിയ സാമ്പത്തികമായ മെച്ചം ഒന്നുമില്ലാതെ തന്നെയാണ് അവരവരുടെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ലഭിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള പത്രപ്രവർത്തനം നടത്തുന്നത്.